നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ്. അതായത് തിരുവോണ വർഷഫലം എന്ന് പറയും. കൊല്ലവർഷം 1202 ആണ്ട് ഫലമാണ് ഇവിടെ പറയുന്നത്. ഈ ഫലം നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയോടുകൂടിയാണ്. കാരണം ഒരു നക്ഷത്രത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് രാഹുവിന്റെ സ്ഥാനവും ശനിയുടെ സ്ഥാനവുമാണ്. അപ്പോൾ ഈ രാഹുവിന്റെ സ്ഥാനവും ശനിയുടെ സ്ഥാനവും മനസ്സിലാക്കി അതിൽ വരുന്ന ഫലങ്ങളാണ് നമ്മളിവിടെ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ രാഹുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കുംഭം രാശിയിലൂടെയാണ് പോകുന്നത്. അതുമൂലം തിരുവാതിരയ്ക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രാഹുവിന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ തിരുവാതിരയ്ക്ക് വരുന്ന ഫലം എന്ന് പറയുന്നത് മിഥുനം രാശിയിൽ രാഹു 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. രാഹു 9ൽ നിൽക്കുമ്പോൾ ഭാഗ്യം വരുന്ന ഒരു സമയമാണ്. പുതിയ ഭാഗ്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. ഇതിലെ നേട്ടങ്ങളാണ്, തിരുവാതിര നക്ഷത്രത്തിന്റെ നേട്ടങ്ങളാണ് ആദ്യം പറയുന്നത്. വിദേശത്ത് നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനുകളിൽ നിന്ന്, ഇപ്പോഴുള്ള ഓൺലൈൻ ബിസിനസ്സുകളിൽ നിന്ന്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ മീഡിയകളിൽ സജീവമാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗുരുതുല്യരായവരുടെ നിന്ന് നേട്ടങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. പഠനത്തിനും ഗവേഷണത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഒക്കെയുള്ള ഒരു യോഗം നിങ്ങൾക്ക് ഈ സമയത്ത് ഇതുമൂലം ഉണ്ടാവുന്നുണ്ട്. വിദേശ ജോലി, വിദേശ യാത്ര, വിദേശവുമായിട്ട് കണക്ഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് വളരെ നേട്ടമുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഓൺലൈൻ വഴിയൊക്കെ നിങ്ങൾക്ക് വളരെ നേട്ടം ഉണ്ടാവുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാവുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഒക്കെ ഒരു സഹായമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേരും പ്രശസ്തിയും ഒക്കെ കൂടുന്നുണ്ട് ഈ രാഹു മൂലം. IT മേഖല, ഡിജിറ്റൽ മാർക്കറ്റിംഗില്, മീഡിയയിലൊക്കെ നിങ്ങൾക്ക് പണം മുടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പണം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ബിസിനസ് പരമായിട്ടും അത് നോക്കാവുന്നതാണ്. സുഹൃത്തുക്കളുടെയൊക്കെ വലിയൊരു സഹായം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ രാഹു മൂലം ഈ സമയത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ഓട്ടങ്ങൾ എന്ന് പറയുന്ന വിശ്വാസത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. അന്ധവിശ്വാസത്തിനൊക്കെ പുറകെ നിങ്ങൾ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചട്ടലംഘനമൊക്കെ നിങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എഗ്രിമെന്റ്, പേപ്പർ വർക്കുകളൊക്കെ നിങ്ങളൊന്ന് ലംഘിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പെട്ടെന്ന് പണക്കാരനാകണമെന്നുള്ള ഒരു അതിമോഹമൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ നിങ്ങൾ പണം മുടക്കാനും അതുമൂലം നഷ്ടപ്പെടാനും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ രാഹു മൂലം ശ്രദ്ധിക്കേണ്ടത് 2026 ഓഗസ്റ്റ് 2027 ജനുവരിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുതിയ അവസരവും ഒക്കെ വരുന്നതാണ്. എന്നാൽ വിദേശ ഡീലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. 2027 ഫെബ്രുവരിയിലും ഓഗസ്റ്റിലും ഉന്നത പഠനത്തിനുള്ള ഭാഗ്യം ഉണ്ടാവുന്നുണ്ട്. അതായത് രാഹു 9ൽ നിൽക്കുമ്പോൾ ഭാഗ്യം പരീക്ഷിക്കും, പക്ഷെങ്കിൽ നേട്ടം വരുന്നതാണ്. നിങ്ങൾ നിയമം അനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പോയി കഴിഞ്ഞാൽ രാഹു വഴി വലിയ ഉയർച്ച ഉണ്ടാകാൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇനിയും തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനി മൂലമുണ്ടാകുന്ന ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനി ഇപ്പോൾ 2025 മാർച്ച് 29 മുതൽ 2027 ജൂൺ 2 വരെ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2026 ശനി 10ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് ശനിയുടെ ഏറ്റവും നല്ല സ്ഥാനങ്ങളിൽ ഒന്നാണ്. ജോലിയിൽ സ്ഥിരതയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പ്രമോഷനൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അംഗീകാരമൊക്കെ കിട്ടുന്നതാണ്. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഫലം കാണൂ എന്നുള്ള ഒരു സവിശേഷത കൂടി ഇതിനുണ്ട്. സർക്കാർ ജോലിയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ടീച്ചിങ്, നിയമനം, സോഷ്യൽ വർക്ക് മേഖലയിലുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു സമയമാണ്. 2026 നവംബർ മുതൽ 2027 മാർച്ച് വരെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാതെ ഒന്ന് ശ്രദ്ധിക്കണം. സമൂഹത്തിൽ മാന്യതയൊക്കെ കൂടുന്നതാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് കൂടുന്നതാണ്. ഈ സമയത്ത് അമിത ജോലിയൊക്കെ എടുത്തുകൊണ്ട്
ആരോഗ്യം കേടുവരാതെ നോക്കേണ്ടതാണ്. വലിയ നിക്ഷേപം, ലോണ് എന്നിവയൊക്കെ 2027 ജൂണിന് ശേഷം നോക്കുന്നതാണ് നല്ലത്. ചുരുക്കി പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കർമ്മസ്ഥാനത്താണ് ശനി. 2025 മാർച്ച് മുതൽ 2027 ജൂൺ വരെ ആണ് ഇതിന്റെ സമയം. ഈ സമയത്ത് കഷ്ടപ്പെട്ടാൽ അതിന്റെ ഫലം 100% ലഭിക്കുന്നതാണ്. 2027 ജൂൺ 2 ശേഷം ശനി മേടത്തിലേക്ക് മാറുന്നതാണ്. അപ്പോൾ 11ാം സ്ഥാനത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ ലാഭവും ആഗ്രഹസാധ്യവും എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഈ ശനി എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ദോഷമായിട്ട് ഭവിക്കുന്നില്ല. രാഹുവും ദോഷമായിട്ട് വലിയ തോതിൽ ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വർഷം നല്ല ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടി പറയുകയാണ്. 2026 ഓഗസ്റ്റ് മാസത്തിലും നവംബർ മാസത്തിലും പുതിയ ജോലി മാറ്റമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 2026 ഡിസംബർ മാസവും 2027 ഫെബ്രുവരി മാസവും ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട്. ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. 2027 ജൂണിലും ഓഗസ്റ്റിലും വിവാഹമൊക്കെ നടക്കാനും ബിസിനസ് പരമായിട്ട് മുന്നേറ്റം ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 2026-2027 വർഷം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് വികാസവും മാറ്റങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ 2026-2027 തിരുവാതിര നക്ഷത്രക്കാർക്ക്. 2027 ജൂൺ വരെ അധ്വാനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ക്ഷമയും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2027 ജൂൺ 2-ാം തീയതി വരെ നിങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 2027 ജൂൺ മുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ബന്ധങ്ങൾക്കൊക്കെ ഒരു സ്ഥിരത വരുന്ന സമയമാണ്. നിങ്ങളുടെ ബുദ്ധിയൊക്കെ ശരിയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ വർഷം നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ശിവ ഭഗവാനെയോ സരസ്വതി ദേവിയോ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബുധനാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. പച്ചവസ്ത്രം ധരിക്കുന്നതോ പച്ചവസ്ത്രം കയ്യിൽ കൊണ്ട് നടക്കുന്നതോ വളരെ നല്ലതാണ്. ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഓം ബ്രാം ബ്രീം ബ്രൗം സ ബുധായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. 108 തവണ ഏകാഗ്രതയോടെ ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 9 തവണയെങ്കിലും ജപിക്കേണ്ടതാണ്. ഈ മന്ത്രം ജപിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഓം നമ ശിവായ എന്ന മന്ത്രം 9 തവണ മുതൽ 108 തവണ വരെ ജപിക്കാവുന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് ദേഷ്യവും സംശയവും ഒക്കെ കുറയ്ക്കുക. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. 2027 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിൽ ഒരുപാട് പണം വരാനും കുടുംബത്തില് ഭാഗ്യമുണ്ടാകാനും വളരെ നല്ല കാലഘട്ടത്തിലൂടെ കടന്നു പോകാനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഈ വർഷം വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. നിങ്ങൾ ഈ വർഷം, അതായത് 2026 ഓഗസ്റ്റ് മുതൽ ജൂൺ വരെ ഒന്ന് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം ജൂണിന് ശേഷം ലഭിക്കുന്നതാണ്. അത് ഉറപ്പാണ്. അപ്പോൾ ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഈ ഫലം നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.